എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 തരം ഒഴിച്ചുകറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത്, 4 പച്ചമുളകും കുറച്ച് പച്ചമാങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 5-6 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നന്നായി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ കറിക്ക് കഷ്ണം വെച്ചിരുന്ന് നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ആ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി, കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഉണക്ക ചെമ്മീനും മാങ്ങയും തക്കാളിയും എല്ലാം കൂടെ ചേർന്ന് കറിക്ക് നല്ല സ്വാദാണ്. ഈ സമയത്ത് കറിക്ക് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി ഒന്ന് താളിച്ചൊഴിക്കുക. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തെടുക്കാം. മുളക് പൊടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതെടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുക്കുന്നതിൽ ഇങ്ങനെ മുളക് പൊടി ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു ചുവന്ന കളറ് കിട്ടും. കറി വയ്ക്കാനൊക്കെ വേറെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയായ കറിയാണ്. ഈ സിമ്പിളായിട്ടുള്ള കറി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ ഈ ഒരു ടൈപ്പിലുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി കളഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തൊലി കളഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്, അതുപോലെ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. ഇത് എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ് പഴുത്ത മാങ്ങ നോക്കി എടുക്കണം, അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഞാനൊരു 7 മാങ്ങയോളം തൊലി കളഞ്ഞ് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 പച്ചമുളക് നെടുകെ കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത മാങ്ങ നമുക്ക് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് 1/2 കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ കറി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഈ സമയം കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം. കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിൻ്റെ ഒരു മാങ്ങയും ഈ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്.
കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ കറി വെച്ച് ചോറിൻ്റെ കൂടെ കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പഴുത്ത മാങ്ങയൊക്കെ ഉള്ളപ്പോൾ തൈരും ചേർത്ത് ഈ ഒരു കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ഒട്ടും കയ്പില്ലാതെ പാവയ്ക്ക കൊണ്ടുള്ള കറിയാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശവും അടിവശവും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് കീറിയെടുക്കാം. പിന്നീട് അതിനുള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തില്ലേ, ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. പിന്നീട് നമ്മുടെ ഒരു കൈ പിടിയിലുള്ള അത്രയും ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ചട്ടി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം നല്ലതുപോലെ കളർ മാറുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേകാൻ വെച്ചിരുന്ന പാവയ്ക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂടി തുറന്നതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം പാവയ്ക്കയിൽ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം മതിയാകും. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ കറി നന്നായി തിളച്ച് വരുമ്പോൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ശർക്കരയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നന്നായി ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റിലുള്ള പാവയ്ക്ക കറി തയ്യാറായി കഴിഞ്ഞു. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തത് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള കറിയാണ്. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുരിങ്ങയ്ക്കായും 12 ചക്കക്കുരുവും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നന്നായിട്ട് മുകളിലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു അതേപോലെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമ്മൾ കറിക്ക് കട്ട് ചെയ്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മുരിങ്ങക്കായും നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയും മുരിങ്ങക്കായുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേഗം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം നല്ല ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വന്നാലേ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുകയുള്ളൂ.
ഇനി ഇത് നന്നായി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പം വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത കഷ്ണങ്ങൾ ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന അരപ്പ് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കുഴമ്പായിട്ടിരിക്കേണ്ട ഒരു കറിയാണ്. ഈ സമയം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 1 മിനിറ്റോളം ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് കറി നന്നായി പാകമായി കഴിഞ്ഞ് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചക്കക്കുരു മുരിങ്ങയ്ക്ക ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.